മന്ദാരക്കാവെന്ന പേര് ശിവന്റെ നാവിൽ നിന്നും കേട്ട മാത്രയിൽ ദേവദാസ് പണിക്കർ സകലതും നഷ്ടപ്പെട്ടവനെ പോലെ വിവാഹ നിശ്ചയ പന്തലിലെ നിലത്തേക്ക് കുറുന്നുപോയി. മന്ദാരക്കാവ്. ചുറ്റും നിന്നാരൊക്കെയോ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ആ പേര് ആർത്തട്ടഹസിച്ച് പറയുന്നത് പോലെ പണിക്കർക്ക് തോന്നി. മന്ദാരക്കാവെന്ന പേര് കേട്ട മാത്രത്തിൽ പണിക്കരിലുണ്ടായ മാറ്റവും അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ അണ പൊട്ടിയെഴുന്ന വിധമുള്ള വിയർപ്പുചാലുകളും നോക്കി പകച്ചു നിൽക്കുകയായിരുന്നപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ടായിരുന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും. പക്ഷേ ശബ്ദം അടഞ്ഞു പോയതുപോലെ പ്രകൃതി പോലും ഒരു നിമിഷം നിശ്ചലമായതുപോലെ. ശിവേട്ട. വിവാഹ നിശ്ചയപന്തലിലെ സ്തംഭനാവസ്ഥയിൽ എവിടെ നിന്നോ പരിഭ്രാന്തമായൊരു നിലവിളി ശിവന്റെ കാതിൽ തുളച്ചു കയറി. ഞെട്ടിപ്പകച്ചു ചുറ്റും നോക്കുമ്പോൾ കണ്ടു സുഹൃത്തുക്കളിൽ പ്രധാനിയായ അനീഷ് ആകെ പരിഭ്രാന്തിയോടെ. എന്താണ് അനീഷേ? എന്താണ്? എന്തുപറ്റി? ശിവേട്ട. നമ്മുടെ വീടിന് ചുറ്റും ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതുപോലെ ഈ വീടിന് ചുറ്റും മാത്രം ഒരു വല്ലാത്ത കാറ്റ്. ശിവേട്ടനൊന്ന് വന്ന് നോക്കിയേ. അനീഷിന്റെ വാക്കുകൾ ഈയം മുറുകെ ഒഴിച്ചതുപോലെ പണിക്കരുടെ ചെവിയെ പൊള്ളിച്ചു. അദ്ദേഹത്തിന്റെ ശരീരമാകെ ഒരു വിറയൽ പറന്നു കയറി. ശിവ. വേണ്ട. അനീഷിനൊപ്പം പുറത്തേക്ക് കുതിക്കാനൊരുങ്ങിയ ശിവനെ ഒരു വിളിയിലൂടെ പണിക്കർ തടഞ്ഞു. അരുതെന്ന ഭാവം പണിക്കരുടെ മുഖത്തു നിന്ന് വായിച്ചെടുത്ത ശിവൻ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലവേ തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സമസ്യയുടെ പൊരുളറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു വേണുമാഷും ശിവാനിയും വിഷ്ണു ഉൾപ്പെടെയുള്ള അവിടെ ഒത്തുകൂടിയ ഓരോരുത്തരും. പണിക്കരെ. എന്താണിത്? പുറത്തു വീശുന്നയോ കാറ്റ് ഈ വീടിന് മാത്രം ലക്ഷ്യം വെച്ചാണ് എന്ന് അങ്ങയുടെ മുഖം നോക്കിയാൽ എനിക്ക് മനസ്സിലാകാം. അങ്ങയുടെ മുഖത്ത് കാണുന്ന ഈ പരവേശം കണ്ടിട്ട് ഭയമാകുന്നു. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ. എന്താണ് ഇവിടെ ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്നത്? ആരാണ് ഞങ്ങളുടെ ശിവാനി മോള്? ആരുടെ 100ാമത്തെ പെൺകുട്ടിയാണവൾ? മന്ദാരക്കാവും എൻ്റെ ശിവാനിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ശിവനിൽ നിന്ന് ചോദ്യങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരുമ്പോഴും പണിക്കർ സൂക്ഷ്മ ദൃഷ്ടിയോടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. തോട്ടശ്ശേരി തറവാടിനെ വലയം ചെയ്തു നീശുന്ന കാറ്റിൽ അസമന്യത എന്തോ തിരയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അവിടെയാകെ എന്തോ പരതി നടന്നു. തിരഞ്ഞതെന്തോ കണ്ടെത്തിയ പോലെ. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പെട്ടെന്ന് പ്രകാശിച്ചു. നിലത്ത് നിന്നെണീറ്റ് പെട്ടെന്ന് അദ്ദേഹം തന്റെ കവടികൾ നിറച്ചു വെച്ച ആവണി പലകയിലേക്കിരിക്കവേ ഹുങ്കാരം ശബ്ദത്തോടെ കാറ്റ പന്തലിനുള്ളിലേക്ക് തിരുത്തി. അവിടെ കത്തിച്ചു വെച്ചിരുന്ന ഇലകൾ ഒന്നണച്ചു. ഒരു നിമിഷത്തിന്റെ 100ൽ സമയം കൊണ്ട് നടന്ന പ്രവൃത്തിയിൽ പണിക്കർ വീണ്ടും പതറി. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്ന് വേർപ്പ് തുള്ളികൾ കവടിയിൽ വീണു ചിതറി. വീശിയടിച്ച കാറ്റിൽ ഒരു പരിഹാസ ചിരി മുഴങ്ങിയോ. കാറ്റിന് ജീവൻ വെച്ചതുപോലും അതാ പന്തലിനുള്ളിൽ വട്ടം കറങ്ങി. ഒരു വല്ലാത്ത ശക്തിയോടെ അകത്തേക്ക് വീശിയെത്തിയ കാറ്റൊരു നിമിഷം കൊണ്ട് തന്നെ ആ പന്തലിനുള്ളിൽ നിന്ന് അപ്രത്യക്ഷമാകെ പണിക്കർ ശിവാനിയുടെ ഭയന്ന് വിറച്ച മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നു. ഒരുപാട് നാൾ നെഞ്ചിൽ കൊണ്ട് നടന്ന പ്രണയത്തിന്റെ ആദ്യസാക്ഷരമായി നീരേണ്ട വിവാഹ നിശ്ചയ പന്തലിലെ അപ്രതീക്ഷമായ സംഭവങ്ങൾ അവളുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ആശ്വാസം തേടിയവൾ പലപ്പോഴും വിഷ്ണുവിനെ നോക്കിയെങ്കിലും പൊരുളറിയാതെ വിധിയുടെ കുത്തൊഴുകിലകപ്പെട്ട വിഷ്ണു ഒരു മാത്രം ശിവാനിയെ പോലെ മറന്ന പോലെ അവിടെ നിന്നിരുന്നു. ശിവാനി. പന്തലിലെ നിശബ്ദതയെ ഭേദിച്ച് പണിക്കരുടെ ശബ്ദം ഉയർന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ അദ്ദേഹത്തെ നോക്കി. ശിവാനിയുടെ കൈപിടിച്ച് വിഷ്ണുവിനരിയിലേക്ക് നടക്കവേ മനസ്സിലെ സംഘർഷം പുറത്തറിയിക്കാനാവാത്തവണ്ണം ദേവദാസ് പണിക്കർ മുഖം താഴ്ത്തി പിടിച്ചിരുന്നു. വിഷ്ണു. പണിക്കരുടെ വിളിയിലെ പൊരുളറിയാതെ പകച്ചു നിന്ന വിഷ്ണുവിന്റെ കൈകളിലേക്ക് അദ്ദേഹം ശിവാനിയുടെ പണിക്കരുടെ വിളിയിലെ പൊരുളറിയാതെ പകച്ചു നിന്ന വിഷ്ണുവിന്റെ കൈകളിലേക്ക് അദ്ദേഹം ശിവാനിയുടെ കൈകൾ ചേർത്ത് വെച്ചു. വിഷ്ണു. വിവാഹത്തിന് മുമ്പ് തന്നെ മനസ്സുകൾ തമ്മിലൊന്നായവരാണ് നിങ്ങൾ. ഇപ്പോൾ ഇനി അവശേഷിക്കുന്ന കുറച്ച് സമയത്തിനുള്ളിൽ മനസ്സുകളൊന്നായി തീർന്നതുപോലെ തന്നെ നിങ്ങളുടെ ശരീരവും ഇപ്പോൾ ഒന്നായി തീരണം. പണിക്കരുടെ വാക്കുകൾ കേട്ടവിടെ കൂടിയുന്നവരെല്ലാം പകച്ചു അദ്ദേഹത്തെ നോക്കി. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല കുട്ടി. എത്രയും വേഗം ശിവാനിയെ കൂട്ടി അറയിലേക്ക് പോവും. വിഷ്ണുവിന്റെ മുഖത്ത് നോക്കാതെ പണിക്കർ അത് പറയുമ്പോൾ പകച്ചു പോയിരുന്നു ശിവൻ ആ വാക്കുകൾ കേട്ട്. ശിവനോടൊത്ത ചോദിക്കാനായി വേണുമാഷ് ഒരുങ്ങവേ പണിക്കർ വീണ്ടും വിഷ്ണുവിനെ നോക്കി. വിഷ്ണു. മുരളർച്ച പോലൊരു വിളി പണിക്കരിൽ നിന്നുയരവേ വിഷ്ണുവും ചുറ്റും കൂടിയെന്നവരും വിറച്ചുപോയി. കാരണം ശബ്ദത്തേക്കാൾ തീഷ്ണതയോടെ കണ്ണിൽ കനലുമായി പണിക്കരിപ്പോൾ അവിടെ നിന്നിരുന്നത്. നിന്റെ ഹൃദയം നൽകി നീ സ്നേഹിച്ച പെണ്ണൊരുത്തി നിന്റെ മുമ്പിൽ വെച്ച് തന്നെ അന്യൻ്റെതായി മാറുന്നത് കാണേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുക. ശീഘ്രം തന്നെ. അതിനുടെത്താറായി ശിവാനിയെ കൊണ്ട് പോവാൻ. മന്ദാരക്കാവിലെ 100ാമത്തെ പെണ്ണായി ഇവളെ കൊണ്ടുപോവാൻ ഇവിടെ വരുന്ന വാമദേവപുരത്തെ വാമദേവൻ ഈ തോട്ടശ്ശേരി വീട്ടിൽ കാലുകുത്തുമ്പോൾ ഇവിടെ അവശേഷിക്കേണ്ടത് കന്യകത്വം നഷ്ടപ്പെട്ട ശിവാനിയാവണം. കൊണ്ടുപോ ഇവളെ അറയിലേക്ക്. ഒന്നിച്ചു ചേർന്നെന്നാവട്ടെ നിങ്ങളുടെ ശരീരങ്ങൾ. വിഷ്ണുവിനോട് ആജ്ഞാപിക്കുന്നതിനോടൊപ്പം തന്നെ ദേവദാസ് പണിക്കർ അവരുടെയും അടുത്തുള്ള അറയിലേക്ക് തള്ളിയിട്ട് അറയുടെ വാതിൽ പുറത്തേക്ക് വലിച്ചടച്ചു. പണിക്കരുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാനെന്ന മട്ടിൽ ആരൊക്കെ ആ പന്തലിൽ നിന്ന് പരസ്പരം പിറുപിറുക്കുന്നത് കേട്ടിട്ടും
ശിവനൊന്നും മിണ്ടാതെ അറയുടെ അടഞ്ഞ വാതിലിന് നേരെ നോക്കിക്കൊണ്ടിരുന്നു. വളരെ ആവശ്യത്തോടെ വിഷ്ണുവിനെയും ശിവാനെയും അടച്ചിട്ട വാതിൽ തള്ളി തുറന്ന് ദേവദാസ് പണിക്കരു അതിർത്തി വിശയിൽ തട്ടിയെന്ന പോലെ അറയുടെ മുന്നിൽ വീണ്ടും കൊണ്ടുപോയ ശിവൻ അദ്ദേഹത്തിനരികിലേക്ക് ഓടിയെത്തി. പണിക്കരെ, എന്തുപറ്റി? പരിഭ്രമത്തോടെ പണിക്കരോട് ചോദിച്ചുകൊണ്ട് അറയുടെ ഉള്ളിലേക്ക് നോക്കി ശിവൻ ഞെട്ടിപ്പകച്ചുപോയി. അകത്ത് വിഷ്ണുവിനെ കാണാൻ ഇല്ല. പകരം ശിവാനിക്കരിയിൽ വേറൊരാൾ. ശിവാനിയെ ഒരു പൂച്ചക്കുഞ്ഞിനെന്ന പോലെ തോളത്തെടുത്തുകൊണ്ട ആ മനുഷ്യൻ അറയുടെ പുറത്തേക്ക് ഇറങ്ങി. ശിവൻ കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിയാതെ പണിക്കരെ നോക്കി. ആരുടെയിലേറെ ഉയരവും കാന്തിക ദർശനമുള്ള കണ്ണുകളുമുള്ളൊരു അജാനബാഹു അയാളുടെ തോളിൽ കിടക്കുന്ന ശിവാനിയുടെ കൈകൾ വായുവിൽ തൂങ്ങിയാടുന്നത് കണ്ട് ശിവൻ വെട്ടിത്തിളച്ചുപോയി. ഭയന്നു പകച്ച് പോയ മിഴികളുമായി ശിവൻ പണിക്കരെ നോക്കയെ ചതച്ചര എന്ന പോലെ പണിക്കരുടെ വായിൽ നിന്ന പേര് പുറത്തേക്ക് വീണു. വാമദേവൻ. ആ പേര് കേട്ടതും ഞെട്ടിവിറച്ചുപോയി അവിടെ കൂടിയിരുന്നവരോരോരുത്തരും. വാമദേവൻ. ഇതായിരുന്നോ പണിക്കർ പറഞ്ഞ ആ മാന്ത്രികൻ? ഇയാളെങ്ങനെ ഈ അറയിലെത്തി? മനസ്സിൽ വരച്ചിട്ട് അതേ കുറുനായ വാമദേവന്റെ ചിത്രത്തിനും പകരം മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തിലേക്ക് ശിവൻ പിന്നെയും നോക്കിക്കണ്ടിരുന്നു. കഴുത്തിലെ സ്വർണ്ണ രുദ്രാക്ഷവും മുഖത്തെ ശാന്തതയും വാമദേവന്റെ ചതിയുടെ അടയാളങ്ങൾ ആണോ? പണിക്കരെ. അപ്പോൾ തനിക്കെന്നെ ഓർമ്മയുണ്ടല്ലേ? ഞാൻ കരുതി കാലങ്ങൾ കഴിഞ്ഞെന്നെ കണ്ടാൽ താൻ തിരിച്ചറിയില്ലാന്ന്. അന്ന് മന്ദാരക്കാവിൻ്റെ നാശത്തിനു കാരണം ഞാനാണെന്ന് നീ അവിടെ നിരത്തി പറഞ്ഞ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നീ ഉണ്ടാവരുതെന്ന്. എന്നും അവസാന ജയമി വാമദേവനാണെന്ന്. ഇപ്പോൾ എന്തായി? എൻ്റെ 100ാമത്തെ കന്യകയായ ശിവാനിയിലേക്ക് ഞാൻ എത്തരുതെന്ന് നീ കരുതി നീ അവളെ വിഷ്ണുവിനൊപ്പമേ അറയിലാക്കി. പക്ഷെ അതേ ശിവാനി ഇപ്പോൾ ഇതാ എൻ്റെ തോളിൽ കന്യകയായി തന്നെ കിടക്കുന്നു. വാമദേവൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച വിഷ്ണുവിൻ്റെ അവസ്ഥ കണ്ടോ നീ? വാമദേവനിൽ നിന്ന് വിഷ്ണു എന്ന പേര് കേട്ടതും ശിവൻ അറയുടെ അകത്തേക്ക് പാഞ്ഞു കയറി. അവിടെ അറയുടെ ഉള്ളിൽ ബോധം നശിച്ചൊരു ശവക്കണക്ക് അവൻ കിടപ്പുണ്ടായിരുന്നു. വിഷ്ണു, വിഷ്ണു, വിഷ്ണു. ശിവൻ പല പ്രാവശ്യം അവനെ കുലുക്കി വിളിച്ചെങ്കിലും വിഷ്ണുവിന് അനക്കമുണ്ടായില്ല. ശിവ, നീ എത്ര വിളിച്ചാൽ ഞാൻ ശിവാനിയെയും കൂട്ടിൻ്റെ പടി കടന്നല്ലാതെ അവനൊരു ഉണർവുണ്ടാവില്ല, ബോധമുണ്ടാവില്ല. പണിക്കരുടെ വാക്കുകൾ കേട്ട് എൻ്റെ കന്യകെ പ്രാപിക്കാനൊരുങ്ങി അവന് ഞാൻ കൊടുത്ത ചെറിയ ശിക്ഷയാണത്. ഒരു പൊട്ടിച്ചിരിയോടെ വാമദേവനത് പറഞ്ഞപ്പോൾ ശിവൻ അയാളെ ആക്രമിക്കാനായി അയാൾക്കരികിലേക്ക് കുതിച്ചെങ്കിലും പെട്ടെന്ന് നിന്നിടത്തു നിന്ന് അനങ്ങാൻ സാധിക്കാതെ അവൻ ആ നിലത്ത് തറഞ്ഞു നിന്നുപോയി. എൻ്റെ അനുവാദമില്ലാതെ നിന്നിടത്തു നിന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല ശിവ. നിനക്കും പിന്നെ ഇവിടെ കൂടി ആർക്കും. എനിക്ക് പറ്റും വാമദേവ. വീണിടത്തിൽ നിന്ന് ചാടിയെന്നേറ്റു പണിക്കരത് പറയവേ വാമദേവൻ കനലിരുന്ന കണ്ണുകളോട് പണിക്കരെ നോക്കി. ഈശ്വരനെ മാത്രം വിശ്വസിച്ച് ഈശ്വരപാതയിലൂടെ നടക്കുന്ന നിന്റെ നിയന്ത്രണത്തിലാക്കാൻ നിനക്ക് പറ്റില്ല വാമദേവ. ശരിയാണ് ദേവദാസ. എൻ്റെ ശക്തിയിലൂടെ നിനക്കൊരു പക്ഷെ നിന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിനക്കൊറ്റെന്ന് എന്തും ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എത്ര പേർ നിരന്നിവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ശിവാനിയെയും വിഷ്ണുവിനെയും അടിച്ച മുറിയിരുത്തിയതാണ് ഞാൻ. വാമദേവൻ അത് പറഞ്ഞപ്പോൾ ശിവനുൾപ്പെടെ എല്ലാവരുടെയും മുഖത്ത് അതെങ്ങനെ, എപ്പോൾ എന്ന ചോദ്യം നിറഞ്ഞിരുന്നു. ആ മുഖങ്ങളിലേക്കൊരു പരിഹാസച്ചിരി എറിഞ്ഞു വാമദേവൻ. ദേവദാസ, ചെറിയൊരു കൺകെട്ട് വിദ്യയിലൂടെ ഒരു കാറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റി ഞാൻ ആ അറയിൽ കയറിയത് തടയാൻ നിങ്ങൾക്കായോ? എൻ്റെ സാന്നിധ്യവും എൻ്റെ സഹായിയുടെ സാന്നിധ്യവും കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഇവിടെയുണ്ട്. അത് തിരിച്ചറിയാൻ പോലും ദേവദാസ നിനക്ക് പറ്റില്ലല്ലോ. പരിഹാസത്തോടെ പണിക്കരെ നോക്കി വാമദേവൻ ആൾക്കൂട്ടത്തിനിടയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ മെല്ലെ വിളിച്ചു, സൈരദ്രി. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനുള്ളിൽ നിന്ന് ചുവന്ന പട്ടു ചുറ്റി തലനിറയെ മുല്ലപ്പൂക്കൾ ചൂടി അപൂർവ സൗന്ദര്യത്തിനുടമായ ഒരു സ്ത്രീ മുമ്പോട്ട് വന്നത്. ശിവ, നിനക്ക് മുൻപരിചയമുണ്ടോ ഇവളെ, ഈ സൈരന്ദ്രിയെ? വാമദേവൻ ശിവനോട് ചോദിക്കെ ശിവന്റെ മനസ്സിലേക്ക് ഒരു കൈനോട്ടക്കാരുടെ ചിത്രം ഓടിയെത്തി. ശിവ, നിന്റെ പെങ്ങൾ ശിവാനി ഒരു കമ്മിനിയായ കന്യക മാത്രമാണ്. ചുറ്റും നിന്ന് ആരൊക്കെയോ അങ്ങനെ വിളിച്ചു പറയുന്നതായി ശിവന് തോന്നി. ശിവ, നിനക്ക് മുന്നറിയിപ്പുമായി വന്ന ആ കൈനോട്ടക്കാരി അവൾ തന്നെയാണ്. മാന്ത്രിക വിശ്വാസമനുസരിച്ച് മുന്നറിയിപ്പ് നൽകാതെയും അനുവാദം വാങ്ങാതെയും ഒരു കർമ്മവും ചെയ്തുകൂടാ എന്നാണ് ശിവന് ഞങ്ങൾ മുന്നറിയിപ്പ് തന്നു. ഇനി ശിവന്റെ അച്ഛൻ എനിക്ക് അനുവാദം തരണം. ശിവന്റെ ഈ അനിയത്തിയെ എൻ്റെ 100ാമത്തെ കന്യകയാണ് എനിക്ക് മന്ദാരക്കാവിലേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം. ഇത് ചതിയാണ്. എൻ്റെ അനുവാദം കിട്ടിയിട്ട് നിങ്ങളൊരിക്കലും എൻ്റെ മകളെ എന്നരികിൽ നിന്നും കൊണ്ടുപോവില്ല വാമദേവ.